കൊക്കക്കോളയും സാന്റാക്ലോസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയോ? ഈ സാന്റാക്ലോസ്, അതായത് നമ്മുടെ ഈ റെഡും വൈറ്റും ഡ്രസ് ഇട്ടിരിക്കുന്ന ഈ സാന്റാക്ലോസ് കൊക്കക്കോള എന്ന് പറയുന്ന കമ്പനിയുടെ വെറും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അതേനെ, പണ്ടുള്ള നമ്മുടെ ഈ സാന്റയുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് പുരോഹിതന്റെയും മൃഗങ്ങളുടെ തോലുകളുടെയും ഒക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുള്ള സാന്റയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ 1931 ശേഷം സാന്റ റെഡും വൈറ്റും ഒക്കെ ഇട്ട് നല്ല സുന്ദരക്കുട്ടപ്പനായിട്ടുള്ള ഒരു ക്യൂട്ട് സാന്റയായി മാറുന്നതായിട്ട് നമുക്ക് കാണാം. പണ്ടുള്ള ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെലിഞ്ഞ, നല്ല ഉയരമുള്ള, അതേപോലെ തന്നെ കുറച്ച് ഭയമൊക്കെ തോന്നുന്ന തരത്തിലുള്ള സാന്റകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ കൊക്കക്കോള എന്ന കമ്പനി അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായി 1931 അതാകെ മാറ്റിമറിച്ചു. ഒരു സമ്മർ ഡ്രിങ്ക് എന്ന പേരിൽ വളരെ പേരിയായിട്ടിരുന്ന ഒരു ഡ്രിങ്ക് ആയിരുന്നു നമ്മുടെ ഈ കൊക്കക്കോള. പക്ഷെ വിന്ററിൽ എത്തുമ്പോൾ സമയത്തേക്ക് ഇവരുടെ ഈ സെയിലിന് വലിയൊരു താഴ്ച ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇവര് ക്രിസ്മസ് പപ്പ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സാന്റാക്ലോസിനെ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബ്രാൻഡിന്റെ കളറായിട്ടുള്ള റെഡും വൈറ്റും ഉപയോഗിച്ച് സാന്റാക്ലോസിനെ റീബിൽഡ് ചെയ്തു. അതായത് ചിത്രകാരനായിട്ടുള്ള ഹാഡ് ആൻഡ് സൺബ്ലോമിനെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ മാറ്റം കൊണ്ടുവരുന്നത്. കൊക്കക്കോളയും ഹാഡ് ആൻഡ് സൺബ്ലോമും ചേർന്ന് സാന്റയ്ക്ക് പുതിയൊരു രൂപം ക്രിയേറ്റ് ചെയ്തു. അതാണ് റെഡും വൈറ്റും ഡ്രസ്സിലുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് കൊടവയറൊക്കെയുള്ള ക്യൂട്ടായും ഷബ്ബിയുമായിട്ടുള്ള ഒരു സാന്റയാണ് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അങ്ങനെ അന്നത്തെ പരസ്യങ്ങളിൽ നമ്മുടെ ഈ പറയുന്ന പുതിയ സാന്റ, ക്യൂട്ടും ഷബ്ബിയുമായിട്ടുള്ള ഈ സാന്റ വലിയ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടാൻ തുടങ്ങി. ഈ പറയുന്ന അവകാശവാദങ്ങളെല്ലാം കൊക്കക്കോള തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ സൈറ്റിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സാന്റാക്ലോസും കൊക്കക്കോളയും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ഇതിന് ഈ ഒരു അവകാശവാദത്തെ പലരും കോൺട്രഡിക്റ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും അതിനെ കൊക്കക്കോള വലുതായിട്ട് കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം അവരുടെ സൈറ്റിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ പറയുന്ന ബന്ധത്തെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ നമ്മുടെ സാന്റാക്ലോസിനെ ഇങ്ങനെ കാണുന്ന സമയത്ത് കൊക്കക്കോളയും കൂടി ഒന്നോർത്ത് വെച്ചോളൂ.